നമസ്കാരം. ഓട്ടപ്രദക്ഷിണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. രാഷ്ട്രീയ സ്വയംസേവക് സംഘിൻ്റെ സർസംഘചാലക് ശ്രീ മോഹൻജി ഭാഗവത് അമേരിക്കൻ സന്ദർശനത്തിലാണ്. അദ്ദേഹം RSSൻ്റെ യൂണിവേഴ്സൽ വൺനെസ്, ഒരു വിശ്വ മാനവികത സംരംഭത്തിൻ്റെ ഭാഗമായിട്ട് മാഡിസൺ സ്ക്വയർ ഗാർഡൻസിൽ, ന്യൂയോർക്കിലെ ഏറ്റവും പ്രസിദ്ധമായ ഒരു സ്റ്റേഡിയമാണ്, അവിടെ നടക്കുന്നൊരു പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്ന് ഓഗസ്റ്റ് 29 ഇന്നല്ല. അതിനായാണ് ന്യൂയോർക്കിൽ അദ്ദേഹം എത്തിയത്. ന്യൂയോർക്കിലാണ് ഈ മാഡിസൺ സ്ക്വയർ ഗാർഡൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഉയർന്നിരുന്നു. അദ്ദേഹത്തെ അങ്ങോട്ടേക്ക് സ്വീകരിക്കരുത് എന്ന് അമേരിക്കയിലുള്ള ഭാരത വിരുദ്ധർ ആവശ്യപ്പെട്ടിരുന്നു. ഭാരതത്തിൽ നിന്ന് തന്നെ പലരും ഇടത് ജിഹാദി ആവാസ വ്യവസ്ഥ, അമേരിക്ക അദ്ദേഹത്തിന് വിസ നിഷേധിക്കണമെന്നുള്ള തരത്തിലുള്ള മുറവിളികൾ ഉയർത്തിയിരുന്നു. കത്തുകൾ അയച്ചോ എന്ന് എനിക്കറിയില്ല. പണ്ട് നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനം മുടക്കുവാനായി അമീർ ഖാൻ ഉൾപ്പെടെയുള്ളവർ ഒപ്പിട്ട കത്തുകൾ അമേരിക്കൻ എംബസിക്ക് പോയിരുന്നു. അത്തരത്തിലുള്ള ഒരുപാട് പ്രവർത്തികൾ നമ്മുടെ ഈ രാജ്യത്തുള്ള രാജ്യവിരുദ്ധരും ഇടത് ജിഹാദി ആവാസ വ്യവസ്ഥയും കാലാകാലങ്ങളായി ചെയ്തു വരുന്നതാണ്. അത്തരത്തിലുള്ള കത്തുകൾ ഏതെങ്കിലും അമേരിക്കൻ എംബസിക്ക് പോയിട്ടുണ്ടോ, ഇനി ഡൊണാൾഡ് ട്രംപിന് നേരിട്ട് തന്നെ പോയിട്ടുണ്ടോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് പുറത്തറിയാം. ഇതുവരെ അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. പക്ഷേ എന്തായാലും വലിയ മുറവിളികൾ, വലിയ അസ്വസ്ഥത പ്രകടനങ്ങൾ, വലിയ അസ്വാരസ്യങ്ങളെല്ലാം മോഹൻജി ഭാഗവത്തിൻ്റെ അമേരിക്കൻ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഉയർന്നിരുന്നു. ഏറ്റവും പുതിയതായി അദ്ദേഹം അമേരിക്കയിലെത്തിയപ്പോൾ ഭാരതീയ സമൂഹം, അവിടുത്തെ പ്രവാസികളായ ഭാരതീയ സമൂഹം വലിയ സ്വീകരണമാണ് അദ്ദേഹത്തിന് നൽകിയത്. ആരതി ഒഴിഞ്ഞ് അദ്ദേഹത്തെ സ്വീകരിച്ച് ന്യൂയോർക്കിലേക്ക് ആനയിക്കുകയായിരുന്നു അവർ. അപ്പോൾ പ്രതികരണവുമായി ന്യൂയോർക്കിൻ്റെ മേയർ, നമ്മുടെ ഭാരതത്തിലെ ജിഹാദികളുടെ പുതിയ മാനസപുത്രൻ, അല്ലെങ്കിൽ ട്രോളന്മാരുടെ ഭാഷയിൽ പറഞ്ഞാൽ പുതിയ വാപ്പ, മേയർ മംദാനി, സൊഹറാൻ മംദാനി, ഞാൻ ഈ സന്ദർശനവുമായും ഈ പരിപാടിയുമായും യാതൊരു തരത്തിലും സഹകരിക്കില്ല, ഞാനിതിനെ അനുകൂലിക്കുന്നില്ല എന്നുള്ള തരത്തിൽ ഒരു പ്രസ്താവന ഇറക്കി. RSSും BJPയും അപ്പോൾ തന്നെ അതിന് മറുപടി നൽകി. അജ്ഞത കൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പറയുന്നത്, RSSനെ മനസ്സിലാക്കിയിട്ടില്ല അദ്ദേഹം. മാന്യമായ മറുപടിയായിരുന്നു. BJP രാഷ്ട്രീയ കക്ഷി ആയതുകൊണ്ട് RSSനേക്കാൾ കൂടുതൽ ഒരു ഫിൽറ്റർ ഇല്ലാതെ സംസാരിക്കാമെന്ന് പറയുമല്ലോ, മറയില്ലാതെ സംസാരിക്കാൻ രാഷ്ട്രീയ കക്ഷികൾക്കാവും. അതുകൊണ്ട് തന്നെ BJPയുടെ പ്രതികരണം വളരെ നിസ്സാരവൽക്കരിക്കുന്ന തരത്തിലായിരുന്നു. സൊഹറാൻ മംദാനിയെ നിസ്സാരവൽക്കരിക്കുന്ന തരത്തിലായിരുന്നു. ഒരു സൊഹറാൻ മംദാനിയുടെ വാക്കുകൾക്ക് ആര് വില നൽകുന്നു എന്നുള്ളത്. ന്യൂയോർക്ക് നഗരത്തിലാണ് മോഹൻജി ഭാഗവത്തിൻ്റെ പരിപാടികൾ തുടങ്ങുന്നതെന്ന് ആലോചിക്കുക. അവിടുത്തെ മേയറിനെയാണ്, നഗരപിതാവിനെയാണ് ഈ പറയുന്നത്. അപ്പോൾ ഈ വിവാദങ്ങളുടെ ഭാഗമായിട്ട് ഫേസ്ബുക്കിൽ വളരെ രസകരമായൊരു കുറിപ്പ് വൈറലാകുന്നുണ്ട്. നമ്മൾ പലപ്പോഴും ഇദ്ദേഹത്തിൻ്റെ കുറിപ്പുകൾ പങ്കുവയ്ക്കാറുള്ളതാണ്. പ്രേക്ഷകർക്ക് തന്നെ ഞാൻ പറഞ്ഞ നാമം പരിചിതമായിരിക്കും. ഭാസ്കരൻ നായർ അജയൻ എന്ന ഫേസ്ബുക്ക് ഹാൻഡിലാണ് ഈ കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത്. അപ്പോൾ ആ കുറിപ്പ് ഞാൻ പ്രേക്ഷകരുമായും ഒന്ന് പങ്കുവയ്ക്കാം. ഇന്നത്തെ ഓട്ടപ്രദക്ഷിണത്തിൽ ഒരല്പം കൗതുകമാകട്ടെ. ഓണദിനമൊക്കെ അല്ലേ, തിരുവോണമൊക്കെ അല്ലേ. RSS ചീഫിൻ്റെ രോമത്തിൽ തൊടാൻ ന്യൂയോർക്ക് മേയർ മംദാനിക്ക് പറ്റുമോ? അങ്ങനെയാണ് ആ കുറിപ്പ് തുടങ്ങുന്നത്. ന്യൂയോർക്കിൽ സർസംഘചാലക് ശ്രീ മോഹൻജി ഭാഗവത് എത്തിയപ്പോൾ പ്രവാസി സ്ത്രീകൾ ആരതി ഒഴിഞ്ഞ് സ്വീകരിക്കുന്ന ദൃശ്യം കണ്ടില്ലേ? ആ ദൃശ്യം ഞാൻ പ്രേക്ഷകർക്കായി ഒന്ന് കാണിക്കാം. ഒരു ഫോട്ടോ. അതാണ് RSSൻ്റെ ശക്തി, ഹൃദയത്തിൽ നിന്നുള്ള ബഹുമാനം. ഇനി ചിലർ പറയുന്നു മംദാനി ഭഗവത്ജി അങ്ങ് ഉലത്തിക്കളയുമെന്ന്. അടുത്തത് ഒരു അല്പം വെല്ലുവിളിയാണ്. ഇത് എന്തുകൊണ്ടാണ് അദ്ദേഹം ആ വെല്ലുവിളിക്കുന്നത്, ഇത്തരത്തിൽ കുറിപ്പെഴുതിയത് എന്ന് അദ്ദേഹം അവസാനം പറയുന്നുണ്ട്. അതാണ് ഇതിലെ ഏറ്റവും വലിയ കൗതുകം. ഇടോ, തന്തയ്ക്ക് പിറന്ന ആണെങ്കിൽ ഒന്ന് തൊട്ട് നോക്ക്. തന്തയ്ക്ക് പിറന്നവൻ എന്നുള്ളതല്ല, പിറന്നവർ എന്നുള്ളത് പിറന്ന എന്നാണ് അദ്ദേഹം കുറിച്ചിരിക്കുന്നത്. ഓഗസ്റ്റ് 29 മാഡിസൺ സ്ക്വയറിൽ RSSൻ്റെ 100ാം വാർഷിക പരിപാടി നടക്കും. ലോകം മുഴുവൻ കാണും. കഴിവുണ്ടെങ്കിൽ ഒന്ന് റദ്ദാക്കി നോക്കടാ ചെറുക്ക. നീ 2004 മുതൽ 2014 വരെ കണ്ട മൻമോഹൻ സിംഗ് അല്ല ഇന്ത്യ ഭരിക്കുന്നത്. ഈ RSSകാരൻ്റെ ശിഷ്യനായ RSSകാരനാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇന്ന് നിനക്കെതിരെ ഇന്ത്യക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നിനക്ക് സ്വപ്നം പോലും കാണാൻ പറ്റില്ല. ഇതൊരു വെല്ലുവിളിയാണ്. നമ്മുടെ ഒരു എന്താ പറയുക, ഒരു പച്ചയായിട്ടുള്ള ഒരു മാസ് വെല്ലുവിളി എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. തൊട്ടാൽ എന്ത് സംഭവിക്കുമെന്നറിയാമോ? തൊട്ടാൽ ന്യൂയോർക്ക് മേയർ എന്ന നീ തന്നെ അറസ്റ്റ് ചെയ്യപ്പെടും. ഫസ്റ്റ് അമെൻമെൻ്റ് ഉള്ള നാടാണ്. ഒരു സ്വകാര്യ സാംസ്കാരിക പരിപാടി തടയാൻ ശ്രമിച്ചാൽ അമേരിക്കൻ കോടതി തന്നെ നിന്നെ പൂട്ടും. അത്തരത്തിലൊരു നിയമമുണ്ട്, ഈ ഫസ്റ്റ് അമെൻമെൻ്റ് എന്നുള്ളത്. ഞാൻ പലപ്പോഴും പ്രേക്ഷകരുമായിട്ട് പങ്കുവച്ചിട്ടുള്ള എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായമാണ്. അമേരിക്കൻ ഭരണഘടനയിൽ
ഫസ്റ്റ് അമെൻമെൻറ്റ് ആൻഡ് സെക്കൻഡ് അമെൻമെൻറ്റ്, ഈ രണ്ട് നിയമങ്ങൾ എനിക്ക് വളരെ പ്രിയപ്പെട്ട നിയമങ്ങളാണ്. ഒന്ന്, അബ്സല്യൂട്ട് ഫ്രീഡം ഓഫ് സ്പീച്ച്. നിങ്ങൾക്ക് എന്തും പറയാം, ആരെയും പരിഹസിക്കാം. വ്യക്തിപരമായിട്ട് മാനഹാനി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവർക്കതിന് കോടതിയിൽ പോയി നഷ്ടപരിഹാരം, ഭീമമായ നഷ്ടപരിഹാരം എന്നിൽ നിന്ന് ഈടാക്കാനുള്ള മാർഗങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ അബ്സല്യൂട്ട് ഫ്രീഡം ഓഫ് സ്പീച്ച്, പൂർണ്ണമായിട്ടുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം അമേരിക്കയിൽ ഭരണഘടന നൽകുന്നുണ്ട്. ഇപ്പോൾ അത് പലപ്പോഴും ഇല്ലെങ്കിൽ പോലും, പ്രത്യേകിച്ച് ജോ ബൈഡൻ ഭരണകാലഘട്ടത്തിൽ അത് തീരെ ഇല്ലായിരുന്നു. FBI ഉൾപ്പെടെയുള്ള സർക്കാർ ഏജൻസികളെ ഉപയോഗിച്ച് അത് അടിച്ചമർത്തിയിരുന്നു. പക്ഷേ അമേരിക്കയുടെ ഭരണഘടന അത് ഉറപ്പ് നൽകുന്നുണ്ട്. 2, റൈറ്റ് ടു പൊസസ് ആംസ്, ആയുധങ്ങൾ കൈവശം വയ്ക്കുവാനുള്ള ഒരു പൗരൻ്റെ അവകാശം. ഇത് 2 ആയുധങ്ങളെന്ന് പറഞ്ഞാൽ ഒരു പരിധിയില്ലാത്ത ആയുധങ്ങൾ. നിങ്ങൾ ലൈസൻസും രജിസ്ട്രേഷൻ ചിലയിടങ്ങളിൽ വേണം, ചിലയിടങ്ങളിൽ വേണ്ട. അതിനെ സംബന്ധിച്ച് വലിയ വിവാദങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ഈ 2 അമെൻമെൻറ്റുകളും ഭരണഘടനാ പരിഷ്കാരങ്ങളും എനിക്ക് വളരെ പ്രിയപ്പെട്ടവയാണ്. അതിലെ ഒന്നാണ് ഈ ഫസ്റ്റ് അമെൻമെൻ്റ് എന്ന് ഭാസ്കരൻ നായർ അജയൻ പറയുന്നത്. എന്തുകൊണ്ട് പറ്റില്ല എന്ന് കേരളത്തിലിരുന്ന ഒരു തൊട്ടാൽ ന്യൂയോർക്ക് മേയർ എന്ന നീ തന്നെ അറസ്റ്റ് ചെയ്യപ്പെടും. ഫസ്റ്റ് അമെൻമെൻ്റുള്ള നാടാണത്. ഒരു സ്വകാര്യ സാംസ്കാരിക പരിപാടി തടയാൻ ശ്രമിച്ചാൽ അമേരിക്കൻ കോടതി തന്നെ നിന്നെ പൂട്ടും. പിന്നെ നീ എവിടെ നിന്നാണോ വന്നത് അങ്ങോട്ട് തന്നെ നിന്നെ കയറ്റി അയക്കും. ഇത് വെറും തമാശയാണ്. കാരണം അമേരിക്കൻ പൗരനാണ് മംദാനി, പൗരത്വം ലഭിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്. അദ്ദേഹം തമാശയായിട്ട് പറയുന്നതാണ്. RSSനെ തൊട്ടാൽ മംദാനിയുടെ രാഷ്ട്രീയ ഭാവി തീരുമെന്ന് മാത്രമല്ല, ന്യൂയോർക്ക് സിറ്റി തന്നെ വില കൊടുക്കേണ്ടി വരും. അതാണ് ജിയോ പൊളിറ്റിക്സ്. ഭൗമരാഷ്ട്രീയം അങ്ങനെ തന്നെയാണ്. എന്തുകൊണ്ട് പറ്റില്ല എന്ന് കേരളത്തിലിരുന്ന് വായ്ത്താരി അടിക്കുന്നവർ അറിയണം. മേയർ കസേര തെറിക്കും. ഒരു സ്വകാര്യ സാംസ്കാരിക പരിപാടിയെ മതപരമായി ടാർഗറ്റ് ചെയ്യുന്നു എന്ന പേര് വന്നാൽ ന്യൂയോർക്കിലെ ഏറ്റവും ശക്തമായ ഇന്ത്യൻ ഡയസ്പോറ ലോബി, ഭാരതീയ പ്രവാസി സമൂഹം മൊത്തം മംദാനിക്കെതിരാകും. അത് വോട്ടിലും ഫണ്ടിങ്ങിലും വലിയ തിരിച്ചടിയാകും. ഡൽഹി മറക്കില്ല. ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ മെൻറ്റർ അഥവാ ഗുരുവാണ് RSS എന്ന് എതിരാളികൾ പോലും സമ്മതിക്കുന്ന കാര്യമാണ്. ഒരു വിദേശ മണ്ണിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ സാംസ്കാരിക സംഘടനയുടെ 100ാം വാർഷികം തടയാൻ ഒരു അമേരിക്കൻ മേയർ ശ്രമിക്കുന്നു എന്ന വാർത്ത ഡൽഹിയിൽ വളരെ ഗൗരവമായി വായിക്കപ്പെടും. ഇത് ഇന്ത്യൻ US ബന്ധത്തിൽ വലിയ വിള്ളലുണ്ടാക്കും. അത് വളരെ ഗൗരവതരമായിട്ടുള്ളൊരു പോയിൻ്റാണ്. കാരണം അത്തരത്തിലൊരു നീക്കം മംദാനിയുടെ ഭാഗത്തു നിന്നുണ്ടായാൽ, മംദാനി ഇടയ്ക്കിടയ്ക്ക് വീരവാദങ്ങൾ മുഴക്കാറുണ്ട്. നെതന്യാഹു ഇവിടെ വന്നാൽ ഞാൻ അറസ്റ്റ് ചെയ്യും, മോഹൻ ഭാഗവത്തിനെ ഇവിടെ പരിപാടി നടത്താൻ സമ്മതിക്കില്ല. അത്തരത്തിലുള്ള വീരവാദങ്ങൾ മംദാനിയുടെ ഭാഗത്തു നിന്ന് പലപ്പോഴായിട്ട് ഉണ്ടാകാറുണ്ട്. അതിനൊന്നും വലിയ വില നൽകേണ്ട കാര്യമില്ല. പക്ഷേ അത്തരത്തിൽ ഏതെങ്കിലും ഒരു ഉദ്യമത്തിന് മംദാനി മുതിർന്നാൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് ആർക്കറിയില്ലെങ്കിലും മംദാനിക്കറിയാം. ഡയസ്പോറയുടെ ശക്തി, ഡയസ്പോറ എന്ന് പറഞ്ഞാൽ പ്രവാസി സമൂഹത്തിൻ്റെ, അമേരിക്കൻ ഇന്ത്യൻ ഡയസ്പോറ വെറും വോട്ട് ബാങ്ക് അല്ല, ബിസിനസ് ലോബിയാണ്. അവരുടെ ഹൃദയത്തിലുള്ള സംഘടനയെ തൊട്ടാൽ ന്യൂയോർക്ക് തന്നെ വില കൊടുക്കും. അപ്പോൾ എങ്ങനെ സൂര്യൻ ഉദിക്കുമ്പോൾ ചില ശ്വാനന്മാർ ഓരിയിടാറുണ്ട് എന്ന് വെച്ച് സൂര്യൻ ഉദിക്കാതിരിക്കാറില്ലല്ലോ. മേയർക്ക് പ്രസ്താവന നടത്താൻ, പ്രതിഷേധിക്കാം. പക്ഷേ രോമത്തിൽ തൊടാൻ, അതായത് പരിപാടി റദ്ദാക്കാനോ ഭാഗവത്ജിക്കെതിരെ നടപടിയെടുക്കാനോ ന്യൂയോർക്ക് മേയർ എന്ന നിലയിൽ അധികാരമില്ല. അവസാനം ഞാൻ പറഞ്ഞല്ലോ, കൗതുകകരമായിട്ടുള്ളൊരു അടിക്കുറിപ്പോടുകൂടിയാണ് അദ്ദേഹം ആ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. അതാണ് ഈ പോസ്റ്റിൻ്റെ മൊത്തം കൗതുകം. ഞാൻ ഈ പറഞ്ഞത് ന്യൂയോർക്ക് മേയർ വായിക്കാനല്ല, കേരളത്തിലെ ചിലർക്ക് വായിക്കാനാണ് കേട്ടോ. സത്യസന്ധമായ കാര്യമാണ്. കാരണം മംദാനി ഇപ്പോൾ മോഹൻജി ഭാഗവത്തിനെ പിടിച്ചകത്തിടും, അല്ലെങ്കിൽ പരിപാടി റദ്ദ് ചെയ്യുമെന്നൊക്കെ പ്രതീക്ഷിച്ച് കേരളത്തിൽ ഒരുപാട് പേർ മനപ്പായസം ഉണ്ണുന്നുണ്ട്. ആ മനപ്പായസത്തിൻ്റെ ഒക്കെ മണ്ണ് വാരിയിടുന്ന തരത്തിലുള്ളൊരു കുറിപ്പാണ് ഭാസ്കരൻ നായർ അജയൻ എഴുതിയിരിക്കുന്നത്. അത് പ്രേക്ഷകരുമായൊന്ന് പങ്കുവെച്ചു എന്ന് മാത്രം. പിന്നെയുമല്ല, RSSൻ്റെ 100ാം വാർഷികം സംബന്ധിച്ചുള്ള പരിപാടികൾ ന്യൂയോർക്കിൽ തുടങ്ങുന്നതിൻ്റെ പിന്നിലുള്ള RSSൻ്റെ ഒരു ഉദ്ദേശം ലോകം മുഴുവൻ ഒന്നാണ് എന്നുള്ളത്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ടൊരു പ്രയോഗമാണ് വസുദൈവ കുടുംബകം എന്നുള്ളത്. ഭാരതത്തെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ഭാരതം പലപ്പോഴും എതിരാളികൾ പരിഹസിച്ച് ട്രോളാക്കുന്ന വിശ്വഗുരു എന്നുള്ളൊരു പദത്തിന് അനുയോജ്യമായ രീതിയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുമ്പോൾ, അത്തരത്തിലൊരു സ്ഥാനത്തിന് അനുയോജ്യമായ രീതിയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുമ്പോൾ, ആ സ്ഥാനത്തിലേക്ക് ഭാരതം എത്തുന്നതിന് RSSൻ്റെ ഭാഗധേയം വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ 100ാം വാർഷികത്തിൽ RSS പുതിയ കർമ്മപരിപാടികളുമായി രംഗത്ത് എത്തുകയാണ്. ന്യൂയോർക്കിൽ അതിൻ്റെ തുടക്കം കുറിക്കുന്നു. ആഗോളതലത്തിലുള്ള ഒരു ഗ്ലോബൽ ഔട്ട്റീച്ച് എന്ന് പറയുമല്ലോ, അതിന് ന്യൂയോർക്കിൽ തുടക്കം കുറിക്കുന്നു. ഒപ്പം തന്നെ ഇപ്പോഴുള്ള ഈ ജെൻസി ആണല്ലോ ട്രെൻഡ്. RSS അത് ഈ കഴിഞ്ഞ ദിവസം നാഗ്പൂരിലൊരു യുവജന സമ്മേളനം നടത്തി കാട്ടി കൊടുത്തിരുന്നു. അതിനെക്കുറിച്ചുള്ള വാർത്തകളും തത്വമൈ ന്യൂസ് പ്രേക്ഷകരുമായി
പങ്കുവച്ചിരുന്നു. വലിയ ജനപങ്കാളിത്തമായിരുന്നു, യുവജനങ്ങളുടെ വലിയ പങ്കാളിത്തമായിരുന്നു. അതുകൊണ്ട് തന്നെ യുവജനങ്ങളെ കൂടുതൽ സംഘടനയിലേക്ക് കൊണ്ടുവന്ന് അവരെ അച്ചടക്കമുള്ളവരാക്കി ഭാരതത്തിന് പ്രയോജനപ്രദമായിട്ടുള്ളൊരു തലമുറയെ വാർത്തെടുക്കുവാനുള്ള RSSൻ്റെ ശ്രമങ്ങൾക്ക് പുതിയൊരു മാനം കൈവരികയാണ് ന്യൂയോർക്കിൽ മാഡിസൺ സ്ക്വയർ ഗാർഡനിൽ നടക്കുന്ന ചടങ്ങുകളോടുകൂടി. അത് ആഗോളതലത്തിൽ തന്നെ RSSൻ്റെ ഇത്തരത്തിലുള്ള കർമ്മപരിപാടികൾക്കും പുതിയൊരു മാനം കൈവരികയാണ്. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ RSSൻ്റെ ഇത്തരത്തിലുള്ള പുതിയ പുതിയ കർമ്മ പദ്ധതികൾ പ്രേക്ഷകരുടെ മുമ്പിൽ തത്വമയി ന്യൂസ് തന്നെ അവതരിപ്പിക്കുന്നതാണ്. എന്തായാലും തൽക്കാലം മംദാനിക്കും ജിഹാദികൾക്കും മാറിയിരുന്ന് മോങ്ങാം എന്നാണ് ഭാസ്കരൻ നായർ അജയനെ പോലെ ഞാനും പറയുന്നത്. ഈ വിഷയത്തെ സംബന്ധിച്ച് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും ഞങ്ങളുമായി കമൻറ്റുകളിലൂടെ പങ്കുവയ്ക്കുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, പരമാവധി ആളുകളിലേക്ക് ഈ വീഡിയോ എത്തുവാനായി ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ ഈ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലും സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി. ശുഭരാത്രി.